നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് കാണിക്കുന്നത് പോലെ ഇന്ന് നിഫ്റ്റി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെവലിലൊക്കെ കൃത്യമായിട്ട് നിഫ്റ്റി പോയി 24,940 മുകളിൽ അവൻ ഓപ്പൺ ചെയ്തു. അവിടെ നിന്ന് നമ്മൾ കൃത്യമായി പറയുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 25,076 ആ ഭാഗം വരെ പോയി ആശം തിരിച്ചിറങ്ങി 24,940 ഭാഗം സപ്പോർട്ട് എടുത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 860 എന്ന് പറഞ്ഞ ആ ഒരു ലെവലിൻ്റെ അകത്തും 940 അകത്താണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,924 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയാണ് അടിപൊളി ദിവസമായിരുന്നു. പല ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് വന്ന ദിവസമാണ്. നമുക്ക് കൃത്യമായി പറയുന്നത് നമ്മുടെ ട്രേഡിംഗ് റൂമിൽ നമുക്ക് 51,355 തൊട്ട് 52,209 വരെയുള്ള 3 ട്രേഡ് സെറ്റപ്പ് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് റൂമിൽ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലുള്ള ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയായിരുന്നു. നിഫ്റ്റിയിൽ നമുക്ക് 24,940 തൊട്ട് 25,020 വരെയുള്ള ആ ട്രേഡ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് 4 അടിപൊളി ട്രേഡ് നിന്ന് കിട്ടിയ ദിവസമായിരുന്നു. ലാസ്റ്റ് ഒരു ട്രേഡ് നമ്മൾ ലോട്ട് സൈസ് വളരെ കുറച്ച് ട്രേഡ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായെങ്കിൽ കൂടെ നല്ല കിടിലൻ ദിവസമായിരുന്നു. എല്ലാവർക്കും പ്രോഫിറ്റബിലിറ്റി കിട്ടിയ കിടിലൻ ദിവസമായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ 915 മുകളിൽ പോയി എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 52,380 വരെ പോയി തിരിച്ച് ആശായി ഒരൊറ്റ അടിക്ക് അടിച്ചിറങ്ങി നേരെ വന്ന് 51,235 ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി. സോ ബാങ്ക് നിഫ്റ്റിയും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു സെറ്റപ്പ് പ്രകാരം ന്യൂട്രൽ എസ്റ്റീനോടാണ്. നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി എന്തുവാണ് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി കൃത്യമായി നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. IB എക്സ്റ്റൻഷൻ തന്നു, മുകളിലോട്ട് പോയി ഏകദേശം 20,000 ഫസ്റ്റ് ടാഗിന് താഴോട്ട് വന്നു, തിരിച്ച് താഴോട്ട് ഇറങ്ങി അവൻ ഫസ്റ്റ് ടാർഗറ്റ് താഴേക്ക് തന്നു. അതായത് ഫസ്റ്റ് IB എക്സ്റ്റൻഷൻ മുകളിലോട്ട് ട്രിഗറായിട്ട് ടാർഗറ്റ് കിട്ടാതെ താഴേക്ക് വന്നു, താഴേക്ക് ടാർഗറ്റ് തന്നു. തിരിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ ന്യൂട്രൽ ഡേ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ BWAPും POC ഏകദേശം വന്നിരിക്കുന്നത് 24,951 POC വന്നിരിക്കുന്നത് 24,930. അപ്പോൾ ഈ 950 ഇന്ന് ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് BWAPിനാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, POC അല്ല. 24,950 നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സോ ഇനി നാളെ നോക്കേണ്ടത് ന്യൂട്രൽ ഡേ ഫോളോഡ് ബൈ എ ട്രെൻഡ് ഡേ ആണോ ബാലൻസ് ഡേ ആണോ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 24,951 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 25,011 അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 25,075 വരാം. 25,075 മുകളിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,144 25,144 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,260 വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് മുകളിലോട്ടുള്ള ലെവൽ നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ എങ്ങനെ വ്യക്തമായി നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് മുകളിലോട്ടുള്ള ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയ ലെവൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പം നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ 24,951 നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് 24,951 നമുക്ക് നോക്കണം. 51 മുകളിൽ നിൽക്കുമ്പോൾ അടുത്തത് എത്രയാണ്? 25,011 അതിന് മുകളിൽ നിൽക്കുമ്പോൾ സമയത്ത് 25,075 അതിന് മുകളിൽ നിൽക്കുമ്പോൾ 25,144 25,144 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,266 25,266 ഇതായിരിക്കും നമുക്ക് മുകളിലുള്ള റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ ഒരു ഇതിൽ കളർ ഞാൻ മാറ്റുകയാണ്. ഇതിൻ്റെ കളർ ഞാൻ വയ്ക്കാൻ എന്താണ് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ കളർ എന്ന് ഒരു ബ്ലൂ ആണ്, കാരണം POC ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം നിങ്ങൾ ഓർത്തേക്കുക. ഇനി താഴോട്ടാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് 24,860 നമുക്ക് 24,860 നമുക്ക് ഇപ്പോഴും സപ്പോർട്ടാണ്. ആ 860 പൊട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ഡിപ്പിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൂ. അതിന് താഴെ അടുത്ത എത്രയാണ്? 24,860 താഴെ ഏതാണ്? 24,860 താഴെയാണ്. 24,860 താഴെ അടുത്ത വരുന്നത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് സപ്പോർട്ടിലേക്ക് പോകാം. നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അടുത്തത് 24,860 താഴെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 24,860 24,798 24,734 35 24,701. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് നാളെ 24,800 24,801
അതിന് താഴെ 24,734. ഓക്കെ, അതിന് താഴെ 24,701, 24,701. ഇതായിരിക്കും നമുക്ക് നാളത്തേക്കുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വരാനുള്ള ദിവസം എന്നാൽ ഇതായിരിക്കും നമുക്ക് നാളത്തേക്ക് വരാനുള്ള ഒരു മൂവ്മെൻറ്റ് ദിവസം. ഇനി നമുക്ക് നോക്കേണ്ടത്, നമുക്ക് എക്സായിട്ട് നമ്മൾ നോക്കേണ്ട അടുത്ത ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയെ പോലെ തന്നെയായിരുന്നു. ന്യൂട്രൽ എസ്റ്റീം വീക്കാണ്. POC വന്നിരിക്കുന്നത് ഈ 51,535 ഭാഗത്തും BVAP നിൽക്കുന്നത് 51,750. അപ്പോൾ നമുക്ക് POC BVAP അടുത്തടുത്തായതുകൊണ്ട് എന്നാൽ അത്ര ദൂരമുള്ളതുകൊണ്ട് 750 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 51,750 മുകളിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. 51,750 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നാളെ നോക്കേണ്ടത് 51,530 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 51,750. 750 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 51,888. 51,888 മുകളിൽ 52,026. 26 മുകളിൽ 52,203. 52,203 മുകളിൽ 52,351 വരും. അപ്പോൾ എത്രയാണ് നമുക്ക് നോക്കേണ്ടത്? ഇനി ബാങ്ക് നിഫ്റ്റി ലെവൽ നമുക്ക് വ്യക്തമായി മാർക്ക് ചെയ്ത് വെച്ച് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി എന്താണ് അടുത്ത് നോക്കേണ്ടത്? ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ 51,535 നമ്മളെ സംബന്ധിച്ച് POC. ഓക്കെ, 51,530. സോ അതിൻ്റെ കളർ ഞാൻ കൊടുക്കുകയാണ്, മഗ്നീറ്റ. അതടുത്തത് അതിന് മുകളിൽ നിൽക്കുമ്പോൾ BVAP 51,754. 51,754 BVAP. ആ BVAPന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത എത്രയാണ്? 51,880. 51,880. അതാണ് നമ്മളെ ഫസ്റ്റ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിൻ്റെ കളർ നമുക്ക് അറിയാമല്ലോ, കറുപ്പ്. അതിന് മുകളിൽ അടുത്ത് നിൽക്കുമ്പോൾ 52,226. 52,226. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 52,210. 52,210. 210 മുകളിലും പോയാൽ മാത്രമേ മാർക്കറ്റ് താഴേക്ക് ഇനി മുകളിലുള്ളൂ. താഴേക്ക് പോകുമ്പോൾ ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണ്? നമുക്ക് ഇനി അടുത്ത് താഴോട്ടുള്ള. ഇപ്പോൾ ഇത് മുകളിലോട്ട് വരച്ചു. ഇനി താഴോട്ട് എന്താണ്? താഴോട്ട് നോക്കുമ്പോൾ 51,530 താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 51,380. 355 നമ്മൾ സപ്പോർട്ട്. 51,355 താഴെ 51,235. 235 താഴെ 51,105. 51,105 താഴെ 51,040. സോ ഇനി നമുക്ക് നോക്കേണ്ടതാണ് 51,355. 51,355 നമുക്ക് സപ്പോർട്ടാണ്. ഓക്കെ, ആ സപ്പോർട്ടിൻ്റെ കളർ പച്ചയാണ്. അതിന് താഴെ അടുത്തത് 51,147. ഓക്കെ, അതിന് താഴെ 51,040. 51,040. ഓക്കെ, ഇനി അതിന് താഴെ അടുത്ത സപ്പോർട്ട് നമുക്ക് എത്രയാണ് നമ്മൾ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത്? അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 59,48. ഓക്കെ, 59,48. 59,48. ഓക്കെ, അതിന് താഴെ അടുത്ത സപ്പോർട്ട് അതാണ്. അടുത്ത സപ്പോർട്ട് നമുക്ക് വരുന്നത് ഏതാണ്? 59,48 താഴെ അടുത്ത വരുമ്പോൾ നമുക്ക് വരുന്നത് 58,20. ഓക്കെ, 50,820. ഓക്കെ, ഇത്രയും മാത്രം നിങ്ങൾ ഓർത്ത് 50,820. ഓക്കെ, 50,820 താഴെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് 50,600 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഉണ്ട്. എത്രയാണ്? 50,600. 50,600 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ നമുക്ക് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും. അപ്പം നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് യൂഷ്വലി ന്യൂട്രൽ ഡേ ഫോളോഡ് ബൈ എ ബാലൻസ് ഡേയോ ട്രെൻഡ് ഡേ. നാളെ ബാലൻസ് ആണെങ്കിൽ ഒരു ട്രെൻഡ് ഡേ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നാളെ ട്രെൻഡ് ഡേ വരികയാണെങ്കിൽ ഇനി അങ്ങുള്ള ദിവസങ്ങളിൽ ബാലൻസ് വരേണ്ട ദിവസം കൂടുതലാണ്. നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇന്നത്തെ ഹൈയും ലോയും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ഫ്രഷ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ ലോയ്ക്ക് താഴെ മാത്രമേ ഫ്രഷ് സപ്ലൈ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നിന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.